സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഗെയിം ലൂപ്പിൽ എങ്ങനെ BGMI കളിക്കാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, BGMI നമ്മൾ ഡൗൺലോഡ് ആക്കുമ്പോൾ 32 ബിറ്റ് ആണ്. ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, BGMI നമുക്ക് റൺ ചെയ്യാം PC-യിൽ. ഓക്കെ, അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി, അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ PC-യിലെ സ്ക്രീനിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കാണും, അത് ജോയിൻ ചെയ്യണം, മസ്റ്റാണ്. അത് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഫയൽസ് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, ഡയറക്റ്റ്ലി BGMI റൺ ആവത്തില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാൾ ചെയ്തവർക്ക് അറിയാം. ഇനി ബ്ലൂസ്റ്റേക്കിൽ കളിച്ച് ഇമുലേറ്റർ ബ്ലൂസ്റ്റേക്ക് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ കളിച്ചവർക്ക് ബാഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ബ്ലൂസ്റ്റേക്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. കളിക്കണമെങ്കിൽ ഇതേപോലെയുള്ള നല്ല ഇമുലേറ്റർ കളിക്കാൻ പറ്റുമോ. അപ്പം മുമ്പ് പ്ലെയറിൻ്റെ വീഡിയോ ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഗെയിം ലൂപ്പാണ് പറഞ്ഞതുപോലെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോകണം, കുറച്ച് മുകളിലോട്ട് പോകുന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞുതരാം. ഇവിടെ മുകളിലോട്ട് പോയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജൂൺ 1 എന്ന് പറയുന്ന ഡേറ്റാണ്. ഈ ഒരു GLP ഇൻസ്റ്റാളർ മാർക്കറ്റ് EXE എന്ന് പറയുന്ന ഈ ഒരു ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദർശ ഫോർവേഡ് ആയിട്ട് ഈ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ആക്കണം. ഓക്കെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ ഇൻ ഫോൾഡർ, സ്റ്റെപ്സ് ഒന്നും മാറാൻ പാടില്ല, സ്റ്റെപ്സ് മാറിയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഷോ ഇൻ ഫോൾഡർ കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ജസ്റ്റ് ഇതിനൊന്ന് ഓപ്പൺ ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം യെസ് വിതക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ഓപ്ഷൻസിൽ പോയിട്ട് നിങ്ങൾക്ക് പാത്ത് സെലക്ട് ചെയ്യാം. ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളിതിൽ ഇൻസ്റ്റാൾ മാത്രം കൊടുത്താൽ മതി. SSD എന്തായാലും നിങ്ങൾ വിൻഡോസിൽ തന്നെ ഇൻസ്റ്റാൾ ആയിരിക്കും. സിയിൽ തന്നെ ഡ്രൈവ് ഇൻസ്റ്റാൾ ആക്കാൻ നോക്കണം, സിയിൽ തന്നെ ഇൻസ്റ്റാൾ ആക്കണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ആവണില്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ചില ആൾക്കാർക്ക് ഇവിടെ സ്റ്റക്കായി നിൽക്കും, അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് ലാസ്റ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞു തരണേ, ഇപ്പോഴല്ല. ഓക്കെ, സൊല്യൂഷൻ ഉണ്ട്. പിന്നെ ഓക്കെ, അപ്പം ഇതിവിടെ ഡൗൺലോഡ് ആക്കണം. ഇതിവിടെ ഡൗൺലോഡ് ആവുന്ന സമയം കൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ സ്നെയിൽ EXE എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ കണ്ടല്ല, ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇത് ഡൗൺലോഡ് ആക്കണം. ഇതിവിടെ നിന്ന് ഓപ്പൺ ചെയ്യണം, ഡൗൺലോഡ് ആക്കി ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് താഴോട്ട് വരണം, ഫുള്ള് താഴോട്ട് വരണം, ഏറ്റവും താഴെ വരണം. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കുറച്ചുകൂടി മുകളിലോട്ട് വേണം, ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 17 ഇതാണ് ലേറ്റസ്റ്റ് BGMI ഫയൽ, BGMI 4.5 32 ബിറ്റ്. ഇത് ഡൗൺലോഡ് ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എമുലേറ്റർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് കൊടുക്കണം, എന്നിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എമുലേറ്റർ സ്റ്റാർട്ട് ആയതിനു ശേഷം ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം, ഇവിടെ പ്രസ് ചെയ്യണം. ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഇതിനെ മാറ്റിയതിന് ശേഷം ലൈബ്രറിയില്ല, ഹോമിൽ തന്നെയാണ്. ഈ സെർച്ച് ബട്ടണിൽ പോയിട്ട് നിങ്ങളിവിടെ സെർച്ച് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ട്വിറ്റർ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് സെക്ഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രിപ്പയറിങ്. ബേസിക്കലി ഇത് നമ്മൾ എമുലേറ്ററിൻ്റെ എൻജിൻ ഡൗൺലോഡ് ആക്കുന്നതാണ്. ട്വിറ്റർ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ട്വിറ്റർ വേണ്ടല്ലോ ബ്രോ, ട്വിറ്റർ വേണ്ട, ലോഗിൻ ചെയ്യണം ട്വിറ്ററിലല്ല. എന്നാലും ട്വിറ്റർ ഡൗൺലോഡ് ആക്കണം. എന്തെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ആക്കിയാലേ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡൗൺലോഡ് ആക്കിയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഡൗൺലോഡ് ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ കുറച്ച് പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്യുന്നുണ്ട്, ഗെയിമിംഗ് കൂളർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, മൈക്ക്, ഹെഡ്സെറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു ലിങ്ക് പ്രസ് ചെയ്ത് കയറി പർച്ചേസ് ചെയ്യണം. ആവശ്യമുള്ളവർക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഡൗൺലോഡ് ആവുകയാണ് ഫുള്ള്. വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്റ്റെപ്സ് ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എല്ലാം മെയിൻ കാര്യങ്ങളാണ്. ഇവിടെ എമുലേറ്റർ ഡൗൺലോഡ് ആവുകയാണ്. ഡൗൺലോഡ് ആവുന്ന സമയം കൊണ്ട് നിങ്ങൾ ജസ്റ്റ് തിരിച്ച് ടെലിഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ വന്നതിന് ശേഷം നിങ്ങൾക്ക് മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജൂലൈ 17 തന്നെ ഒരു ഫ്യൂഷൻ കാണാൻ പറ്റും, ഫ്യൂഷൻ EXE. ഇത് ഡൗൺലോഡ് ആക്കണം. ഓക്കെ, ഇനിയിപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോ പിന്നീട് ഒരു കുറേ ദിവസം കഴിഞ്ഞ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ ഇവിടെ എവിടെയെങ്കിലും ഫ്യൂഷൻ ഉണ്ടാകും നോക്കണം, ഏറ്റവും ലേറ്റസ്റ്റ് ഫ്യൂഷൻ. ഇവിടെ താഴെ എവിടെയെങ്കിലും ഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വേണം ഡൗൺലോഡ് ആക്കാൻ. കേട്ടല്ലോ, താഴെ എവിടെയെങ്കിലും ഫ്യൂഷൻ, ഞാൻ ഇവിടെ ലേറ്റസ്റ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിടും. അപ്പോൾ അത് വേണം ഡൗൺലോഡ് ആക്കുക. ഇപ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് ഫ്യൂഷൻ ഇത് തന്നെയാണ്, ജൂലൈ 17. ഇതിന് മുകളിലോട്ടുള്ള ഫ്യൂഷൻ ഡൗൺലോഡ് ആക്കല്ലേ, ഇതിൻ്റെ താഴോട്ടുള്ള ഫ്യൂഷൻ ഡൗൺലോഡ് ആക്കണം. താഴോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഫ്യൂഷൻ. ഇതിവിടെ ഡൗൺലോഡ് എടുക്കണം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത്
ഷോ ഇൻ ഫോൾഡർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാൻ നേരത്തെ ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം. ആൻറ്റിവൈറസ് ഓഫ് ചെയ്യണം. സെർച്ചിൽ പോയിട്ട് വൈറസ് എന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാനേജ് സെറ്റിങ്സിൽ പോകണം. എന്നിട്ട് റിയൽ ടൈം എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യണം. യെസ് കൊടുക്കണം, ഓഫ് ചെയ്യണം റിയൽ ടൈം പ്രൊട്ടക്ഷൻ. ഓക്കെ, എന്നിട്ട് ഇതിനെ മിനിമൈസ് ചെയ്യണം. ക്ലോസ് ചെയ്യേണ്ട, മിനിമൈസ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ എമുലേറ്റർ ഓപ്പൺ ആവും. അതവിടെ ഓപ്പൺ ആയിരുന്നോട്ട്. ഓക്കെ, അതിനുശേഷം ഇത് കണ്ടല്ലോ ഇവിടെ ഡിലീറ്റ് പോയിട്ടുണ്ട് ഫ്യൂഷൻ. ജസ്റ്റ് വീണ്ടും ടെലിഗ്രാമിൽ പോയതിനു ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യണം. ഇപ്രാവശ്യം ഡൗൺലോഡ് ആവും, ഡിലീറ്റും ആവില്ല. എന്നിട്ട് ഇതിനെ ഷോ ഇൻ ഫോൾഡർ ചെയ്തതിന് ശേഷം ടെലിഗ്രാം ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ഈ ഒരു ഇതൊക്കെ ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഇമുലേറ്ററും ക്ലോസ് ചെയ്തോ. ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ഫ്യൂഷനെ ഡ്രാഗ് ചെയ്ത് വെളിയിലോട്ടിടണം, ഡെസ്ക്ടോപ്പിലോട്ട്. ഇത് ചിലപ്പോൾ ഡിലീറ്റ് ആയി പോവും. ഡിലീറ്റ് പോയെന്നുണ്ടെങ്കിൽ ആൻറ്റിവൈറസ് ഓണായി എന്നാണ് അർത്ഥം. റിയൽ ടൈം ഓഫ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിപ്പോൾ ആൾറെഡി എൻ്റെ കയ്യിൽ ഫ്യൂഷൻ കിടക്കണോണ്ടാണ് ഞാൻ ഇത് ഡിലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നിന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എൻ്റെ പഴയ ഫ്യൂഷൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ ടൈം ഓഫ് ചെയ്യണം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഇൻ ഫോൾഡർ മിനിമൈസ് ചെയ്തിട്ട് ഈ ഒരു ഫ്യൂഷനെ വെളിയിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യണം. മോർ ഇൻഫോ, റൺ എനിവേ. താഴെ വന്നിട്ടുണ്ട്, താഴെ യെസ് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണിക്കാം. ഓക്കെ വിധിക്കണം, ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്യൂഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള മെയിൻ കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇവിടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യണം. അപ്പം പഴയ EXE ഫയൽ ഡിലീറ്റ് ചെയ്യും. അത് താനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ വൈറസ് ഒന്നുമില്ല, ആൻറ്റിവൈറസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, താനെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഫ്യൂഷൻ ഇവിടെ ഉണ്ട്. ഇതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം ഈ ഒരു പാത്ത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യണം, കോപ്പി ചെയ്യണം. എന്നിട്ട് നമ്മുടെ ആൻറ്റിവൈറസ് ഓൺ ചെയ്തിട്ട് ഡിഫൻഡർ ഓൺ ചെയ്തിട്ട് വൈറസ് റിട്ടേൺ പ്രൊട്ടക്ഷനിൽ പോയതിന് ശേഷം മാനേജ് സെറ്റിങ്സ് അതിൽ പോയതിന് ശേഷം ഏറ്റവും താഴെ പോയിട്ട് ആഡ് ഓർ റിമൂവ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അത് ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്തിട്ട് ആഡ് ആൻഡ് എക്സ്ക്ലൂഷനിൽ പോയിട്ട് ഫോൾഡർ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് ഗോ ചെയ്തിക്കണം. എന്നിട്ട് സെലക്ട് ഫോൾഡർ കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ധൈര്യമായിട്ട് റിയൽ ടൈം ഓൺ ചെയ്യാം. ടേൺ ഓൺ, എസ് ഇത് ഓഫ് ആയി. ഓക്കെ, റിയൽ ടൈം ഓൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങളെ ഫ്യൂഷൻ ഡിലീറ്റ് ആയി പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഫ്യൂഷൻ ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഓക്കെ, ഇപ്പോൾ നമുക്കിത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ആൻഡ് VIP എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് ഇവിടെ കണ്ടിന്യൂ വെരിഫിക്കേഷൻ കൊടുക്കണം. ഇതിപ്പോൾ താനെ ഇത് വെരിഫൈ ആവും. അഥവാ നിങ്ങൾക്ക് വെരിഫൈ ആവണില്ല എന്നുണ്ടെങ്കിൽ അതിന് അവർ പറഞ്ഞു തരും. ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ വെരിഫൈ ചെയ്യണം. ഓരോ സമയത്ത് ഓരോരോ വെരിഫിക്കേഷനാണ്. ഇതിപ്പോൾ ഈ വെരിഫിക്കേഷൻ നമുക്കൊന്നും ചെയ്യേണ്ട, താനെ ആയിക്കോളും. ഓക്കെ, ഒന്നും മെതിക്കേണ്ട, താനെ ക്ലോസ് ആവും. ഓക്കെ, ഇനി എക്സ്ട്രയിൽ വന്നിട്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യില്ല. ഫ്യൂഷൻ GL കൊടുക്കണമായിരിക്കും നല്ലത്. ഈ ഫ്യൂഷൻ GL 3+ കൊടുക്കുക. ഞാൻ ഇവിടെ ഫ്യൂഷൻ GL ആണ് കൊടുക്കണം. വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ടൂൾസിൽ വന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ 2 ഓപ്ഷനുണ്ട്. ഒന്ന് 1080p കളിക്കുക, ഒന്ന് 720 കളിക്കുക. നിങ്ങളതിൽ ലാപ്ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ PC കാര്യങ്ങളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ 720 കൊടുക്കാം. ലാപ്ടോപ്പും വലിയ PC അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലാപ്ടോപ്പ് ഏത് ഹൈ എൻഡ് ആയാലും 720 തന്നെ കൊടുക്കണം. ഇനി നിങ്ങളിത് ഹൈ എൻഡ് PC ആണെന്നുണ്ടെങ്കിൽ 1080p കൊടുക്കുക. നല്ല മോണിറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1080p കൊടുക്കുക. ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് VIP ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇവിടെ 2K 4K 480p ഒക്കെ റെസൊല്യൂഷൻ കിട്ടും. ഇതിനൊക്കെ പെയ്ഡ് എടുക്കണം. പെയ്ഡ് ഏകദേശം 250 രൂപയാണ്. പെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിലോ ഡിസ്കോഡിലോ വന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാളെ പറഞ്ഞിട്ട് ഞാൻ നല്ല വിൽക്കണം. ഞാൻ ഇതിൻ്റെ സെല്ലറോ ഡീലറോ ഒന്നുമല്ല. ഓക്കെ, ഫ്യൂഷൻ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. പ്രൊമോഷനാണ് ഫ്യൂഷൻ്റെ, അതുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ സെയിലറോ ഡീലറോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഫ്യൂഷൻ ഇല്ല നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല കറൻ്റ്ലി ഇപ്പോൾ ഇന്ത്യക്കകത്ത് BGMI. ഓക്കെ, അപ്പോൾ ഇമുലേറ്ററിൻ്റെ അകത്ത് ഇവിടെ വേറെ ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് 1080 വാല്യൂ 720 കൊടുക്കുക. ഞാൻ എൻ്റെ സ്പെക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോണത് AMD Ryzen 5 9600Xൻ്റെ പ്രൊസസ്സറാണ്. 6 കോറിൻ്റെ പ്രൊസസ്സറാണ്. റാം ഇവിടെ 32 GB ഉണ്ട്. 6000 MHz റാമാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ 4800 MHz ആണ് ഇട്ടിക്കുന്നത്. അത് ഞാൻ മാറ്റും. അത് സെറ്റിങ്സ് ഒന്ന് റീസ്റ്റാർട്ട് ആയപ്പോൾ മാറ്റിയതാണ്. വേറെ ഒന്നുമില്ല. ഗ്രാഫിക്സ് കാർഡ് GTX 1660 സൂപ്പറാണ്. ഗ്രാഫിക്സ് കാർഡ് വലിയ ആവശ്യമില്ല, പക്ഷെ വേണം ഗ്രാഫിക്സ് കാർഡ് VRAM ആവശ്യമുണ്ട്.
ഓക്കെ, എന്നിട്ട് ഇവിടെ സേവ് സെറ്റിങ്സ് കൊടുത്തത് 1080p 720 നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുത്ത്. ഞാൻ ഇവിടെ 1080p ആണ് കൊടുക്കണം. 1080p നല്ല ഓടണം. ഓക്കെ, ഇപ്പോൾ ഫ്യൂഷൻ്റെ കാര്യങ്ങളെല്ലാം ആയി. ഇവിടെ ഫ്യൂഷനിൽ വന്നതിന് ശേഷം മൂവ് പ്ലെയർ 12 എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ഗെയിം ലൂപ്പ് ഒന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ ലോഞ്ച് ചെയ്യണം. ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്തോ, എല്ലാം ക്ലോസ് ചെയ്തല്ലോ നമ്മൾ എമുലേറ്റർ ഡൗൺലോഡ് ആയതിനു ശേഷം. എന്നിട്ട് ലോഞ്ച് ചെയ്യണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടും. മെയിൻ ഐ ഡി യൂസ് ചെയ്യില്ലെന്നാണ് പറയണത്. പക്ഷെ ഞാൻ എൻ്റെ മെയിൻ ഐ ഡിയാണ് യൂസ് ചെയ്യണത്. ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ആൾട്ട് ഐ ഡി തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളതിന് മെയിൻ ഐ ഡി യൂസ് ചെയ്യേണ്ട. ഓക്കെ, എന്നിട്ട് ഫ്യൂഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്യൂഷൻ സ്റ്റോപ്പിഡ് BGMI നോട്ട് ഇൻസ്റ്റാൾഡ് ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോയതിന് ശേഷം BGMI ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ, അത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ആൾ ചെയ്യണം. BGMI നേരത്തെ 4.5 ഇൻസ്റ്റാൾ ആക്കി BGMI എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇത് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം, റൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് പോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. എററൊന്നും വരില്ല. എറർ വരുമെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എല്ലാം താനേ ആയിക്കോളും, നിങ്ങളൊന്നും ചെയ്യണ്ട. ഇൻസ്റ്റാൾ സക്സസ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് BGMI ഓപ്പൺ ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. BGMI ബാക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് F11 പിടിക്കാം. F11 അല്ല, സോറി F9 പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സും ബ്രൗസറും കാര്യങ്ങളൊക്കെ വരും. ഈ ബ്രൗസറിന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പ്ലേ സ്റ്റോർ എന്ന് അടിക്കണം. പ്ലേ സ്റ്റോർ എന്ന് അടിച്ചിട്ട് ഈ ഒരു ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആവും. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേ ഗെയിംസ് ആൾറെഡി ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. Gmail എടുക്കണമെങ്കിൽ ഫേസ്ബുക്ക്, ട്വിറ്റർ ഏത് ലോഗിൻ ആണെന്ന് വെച്ചാൽ അതിൽ വെച്ച് ലോഗിൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ബാക്ക് ഇറങ്ങാം. നമുക്ക് ആദ്യം BGMIക്കകത്ത് റിസോഴ്സസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്, അത് ഡൗൺലോഡ് ആക്കണം. ഓക്കെ, ഇപ്പോൾ കഴിച്ച് നിങ്ങളിപ്പോൾ കാണുന്ന ചാനലിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കമൻറ്റ് സെക്ഷൻ്റെ അവിടെ പോകുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതുകൂടി ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ BGMI കളിക്കാൻ ആവശ്യമുള്ള കുറേ പേർക്ക് നമ്മുടെ വീഡിയോ പോകും. മറക്കല്ലേ ഗൈസ്, ഹൈപ്പാണ് ഹൈപ്പ്. ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം എങ്ങനെയാണ് പരിപാടി എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ആവുകയാണ്. ഇതാണ് സംഭവം, എനിക്കിവിടെ കാണാൻ പറ്റും. ഹൈപ്പ് 16,000 ഇത്രയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്പെക്കിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് HD നല്ല PC ആണെന്നുണ്ടെങ്കിൽ അയക്ക് PC ആണെന്നുണ്ടെങ്കിൽ ലോ സ്പെക്കാണ് നല്ലത്. കാരണം കുറച്ചുകൂടി FPS നമുക്ക് അതിൽ കിട്ടും. ഇതെങ്ങനെ നടന്നിട്ടാണ്. ഓക്കെ, കുറച്ചുകൂടി നല്ല FPS കിട്ടും. കാരണം അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും മാത്രമേ ഇതിന് ക്വാളിറ്റിക്ക് വ്യത്യാസം വരൂ. ഇനി നിങ്ങളതിൽ നല്ല ഹൈ എൻഡ് PC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HD കൊടുക്കാം. ഗ്രാഫിക്സിൽ വലിയ വ്യത്യാസമൊന്നും പറഞ്ഞില്ല. നിങ്ങളിനി 4K ഫ്യൂഷൻ പെയ്ഡ് വാങ്ങിച്ചിട്ട് വലിയ ഹൈ FPS ഹൈ ഗ്രാഫിക്സിലിട്ട് കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ അൾട്രാ HDR ഒക്കെ ഇട്ട് കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HD സെലക്ട് ചെയ്യാം. അല്ലാത്തവർക്ക് നോർമൽ സെലക്ട് ചെയ്താൽ മതി. ഞാൻ നോർമലാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ പകുതി ആയിരിക്കുകയാണ്. അതുപോലെ നിങ്ങളാരും മറക്കല്ലേ പ്രോഡക്റ്റ് കയറി ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. ഗെയിമിംഗ് കൂളർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കമ്മീഷൻ കിട്ടുന്നതുകൊണ്ടാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. ലൈക്ക് മൗസ്, കീബോർഡ് കിട്ടുന്നുണ്ട്, മൈക്ക് കിട്ടും. മൈക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ലിങ്ക് പ്രസ് ചെയ്ത് താഴെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുന്നതായിരിക്കും താഴെ. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുകയാണ്. മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനുള്ള ഞാൻ ക്ലാരിഫിക്കേഷൻ തരാം. ഞാൻ എന്തായാലും മെയിനായിട്ട് യൂസ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ മൂവിലാണ് കളിക്കുന്നത്, മൂവ് പ്ലെയറിലാണ് കളിക്കുന്നത്. മൂവിൽ ഞാൻ പേഴ്സണൽ ID യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ മെയിൻ ഐ ഡി. പിന്നെ ഗെയിം ലൂപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്നെക്കാട്ടിയും പെയ്ഡ് നല്ല അക്കൗണ്ടാണ് അവൻ്റെ ഇരിക്കുന്നത്, എക്സിറ്റൊക്കെ ഉള്ള അക്കൗണ്ട്. അപ്പോൾ അവൻ ഗെയിം ലൂപ്പിൽ കളിക്കുന്നുണ്ട്. രണ്ടുപേരും മാറി നല്ല അക്കൗണ്ടിൽ തന്നെ കളിക്കണം. നമുക്ക് രണ്ടുപേർക്കും വേണ കാര്യങ്ങളില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് കളിക്കണ്ടേ എന്നുള്ള കാര്യം. റെക്കമെൻഡേഷൻ ഇല്ല. അന്ന് ഞാൻ ഏതോ ഒരു വീഡിയോ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞു മെയിനായിട്ട് യൂസ് ചെയ്യും ബ്രോ എന്ന്. ഒരു ദിവസത്തെ ബാൻ കിട്ടിയാണ് എന്നെ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ആരും പറയുന്നില്ല മെയിനായിട്ട് യൂസ് ചെയ്യും. ചിലപ്പോഴൊക്കെ ഒരു ദിവസത്തെ ബാൻ കിട്ടും. അത് ഫസ്റ്റ് ഈ പുതിയ അപ്ഡേറ്റ് വരും. ഇപ്പോൾ 4.5 അപ്ഡേറ്റ് ഇന്ന് വന്നാൽ ഇന്ന് തന്നെ അവർ ഫയൽ ഇറക്കും.
അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ ഒരു ഫയൽ ഇറക്കും. അപ്പോഴേ അവർ പറയണത് മെയിനായിട്ട് ഒരിക്കലും യൂസ് ചെയ്തതാണ്. അതിലൊക്കെ കൊണ്ട് യൂസ് ചെയ്താൽ ഉറപ്പായിട്ട് ഒരു ദിവസത്തെ ബാനൊക്കെ കിട്ടും. ഫ്യൂഷൻ യൂസ് ചെയ്താൽ മാക്സിമം ഒരു ദിവസത്തെ ബാനൊക്കെ കിട്ടും, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ഒന്ന് ഓക്കെ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്യൂഷൻ വഴി ലോഞ്ച് ചെയ്യണം. ഗെയിം ലൂപ്പ് ക്ലോസോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇവിടെ റീസ്റ്റാർട്ട് എസ് കൊടുത്താൽ മാത്രം മതി, താനെ ക്ലോസ് ആയിക്കോളും. താനെ ഓപ്പണായി എല്ലാം വന്നോളും, നിങ്ങളൊന്നും ചെയ്യണ്ട. പിന്നെ ഒപ്റ്റിമൈസേഷന് വേറെ വലിയ പരിപാടിയൊന്നുമില്ല, അതിന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇത് ഇൻസ്റ്റാളേഷന് വീഡിയോ ആണ്. ഗെയിം പ്ലേ കൂടി നോക്കാം, ഗെയിം പ്ലേ ചെയ്യാൻ നോക്കാം. അല്ലാതെ ഇനിയിപ്പോൾ ബ്രോ FPS കുറവാണ്, FPS ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് എടുക്കേണ്ടി വരും. അത് 312 യൂസ് ചെയ്യേണ്ടി വരും. ഗെയിം ലൂപ്പിൽ അത്ര FPS കിട്ടൂല, പക്ഷെ നല്ല കളിക്കാൻ പറ്റും. 60 FPS ഒക്കെ കിട്ടും. ലോഗിങ് ചെയ്യാനുള്ള പരിപാടി വയ്ക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഓക്കെ കൊടുത്താൽ മതി. അഗ്രി ചെയ്തതിന് ശേഷം ഞാൻ അപ്പം ജിമെയിൽ വഴി ലോഗിൻ ചെയ്തിട്ട് വരാം. 2 മിനിറ്റ് ലോഗിൻ ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ എൻ്റെ ജിമെയിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇതെൻ്റെ മെയിൻ അക്കൗണ്ട് അല്ല ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളത്. കാരണം മെയിൻ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്യേണ്ടി വരും. അത് നല്ല പാടാണ്. അത് മാത്രമല്ല കുറച്ച് റാങ്കും കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് അതിൽ. അപ്പം നിങ്ങൾക്ക് ഒരു ഗെയിം പ്ലേ കൂടി കാണിക്കുമ്പോൾ അത് ചുമ്മാ കൊണ്ട് കളയണേ എന്തിന്. ഓക്കെ, അപ്പം എന്താ പറയാ, ഓക്കെ എല്ലാം ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കീ മാപ്പിംഗ് അല്ലേ, ഓക്കെ കീ മാപ്പിംഗ് സെറ്റ് ചെയ്ത് തരാം. കീ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നേരത്തെ തന്നെ ഒരു ഫയൽ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്, സ്നെയിൽ YT.exe. ഈ ഫയൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഇൻ ഫോൾഡർ കൊടുത്തതിന് ശേഷം ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. എസ് കൊടുക്കണം. സെറ്റിങ്സ് വേറെ സേവ്ഡ് എന്നൊക്കെ കാണിക്കുക, അത് കുഴപ്പമില്ല. ഓക്കെ, ഓൺ ആക്കണം. ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം സെറ്റ് 1080p നോർമൽ ഇത് കൊടുക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് 1080p ആയതുകൊണ്ട് ഞാൻ 1080p നോർമൽ കൊടുക്കും. ഇനി നിങ്ങൾ 720 ആണെങ്കിലും 1080p നോർമൽ കൊടുക്കാം, വേറെ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും സെറ്റിങ്സിൽ കയറിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 720 സ്മാർട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1080p നോർമലാണ് കൊടുക്കുന്നത്. ഗെയിം ലൂപ്പ് ക്ലോസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഗെയിം ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം 1080p നോർമൽ ജസ്റ്റ് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ഗെയിം ലൂപ്പ് ക്ലോസ് ചെയ്തിട്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് ക്ലോസ് കളയേണ്ട ഒന്നും ആവശ്യമില്ല ഇനി. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ കീ മാപ്പിംഗ് സെറ്റ് എന്ന് കാണിക്കും, ഓക്കെ വെക്കണം. എന്നിട്ട് ഗെയിമിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇവിടെ 1080p 90 സ്മൂത്ത് കൊടുക്കുകയാണ്. ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ടെമ്പ്, ഗെയിം ലൂപ്പ് 98% ഫിക്സ് എല്ലാം ഇവിടെ ഈ ഒരു ഫയൽ ഈ ഒരു സ്നേഡ് വെയിറ്റിൽ തന്നെ ഉണ്ട്. ഇതൊന്നും ഇപ്പം നമുക്ക് ചെയ്യേണ്ട, പ്രശ്നം വന്നാൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്യണം. ഗെയിം ലൂപ്പ് ഫ്യൂഷൻ വഴി ലോഞ്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്നെയിൽ വൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡർ എടുത്ത് ഈ ഒരു ഫയൽ ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എത്ര FPS-ലാണ് ഗെയിം കളിക്കണമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ടിൽ പോയതിന് ശേഷം 3 ഡോട്ട് അല്ല സോറി ഈ ഒരു ക്യൂബിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഷോ FPS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് FPS കാണാൻ പറ്റും. F11 പിടിക്കുക, ഫുൾ സ്ക്രീൻ ആവും. കംപ്ലീറ്റ് ഓൺ ആവുകയാണ് ഇവിടെ BGM. ഞാൻ പറയട്ടെ ഉള്ളത് കേട്ടോ. മൂമു 4 മൂമു 12 കാട്ടിയും സ്റ്റേബിളാണ് ഈ ഒരു ഗെയിം ലൂപ്പ്. മൂമു 15 ഉണ്ട്, അത് ഇതിനെക്കാട്ടിയും ഇതിപ്പോൾ നല്ല ഗ്രാഫിക്സ് കുറവാണ്. കാരണം നമ്മൾ സെറ്റിങ്സിൻ്റെ അകത്ത് മാറ്റിയത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. കറണ്ട് പോയി ഗൈസ്. അപ്പം നേരത്തെ ലോഞ്ച് ചെയ്ത ഉടനെ കറണ്ട് പോയി. നമുക്കിത് വീണ്ടും ലോഞ്ച് ചെയ്യാം ഗെയിം ലൂപ്പ്. ഓക്കെ, ഫ്യൂഷൻ ഓപ്പൺ ചെയ്തിട്ട് ലോഞ്ച് വിധിക്കാൻ മതി, താനേ ഗെയിം ലൂപ്പ് ഓപ്പൺ ആയിക്കോളും. താനേ BGM ഓപ്പൺ ആയിക്കോളും, ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ കീ മാപ്പിംഗ് നമ്മളിവിടെ 1080p സ്മാർട്ടാണ് സെലക്ട് ചെയ്തത്. ഒരിക്കൽ കൂടെ നോക്കണം. ഡൗൺലോഡ്സിൽ ടെലിഗ്രാമിലേക്ക് സ്നെയിൽ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫയൽ വന്ന് നടക്കണം. അപ്പോൾ 1080p നോർമലാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തത്. കീ മാപ്പിംഗ് നമുക്ക് ഒന്നിന്നെല്ലാം സെറ്റ് ചെയ്യേണ്ടി വരും കുറച്ചുകൂടി. കാരണം ഗൈസ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് WSD അല്ല, ആരോ കീസ് വെച്ചാണ് ഞാൻ കളിക്കാൻ പോണത്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് സെറ്റിങ്സ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് സെറ്റിങ്സ് ചെയ്യേണ്ടി വരില്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിടാം. സെറ്റിങ്സ്
കസ്റ്റമൈസ് ബട്ടൺസ്, കസ്റ്റമൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൾറെഡി എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ളത് ഇത് സെറ്റായിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം റീസെറ്റ് കൊടുക്കണം. ഓക്കെ, റീസെറ്റ് കൊടുത്താലേ നിങ്ങളെ കീ മാപ്പിംഗ് ആവുമോ. റീസെറ്റ് ചെയ്യണം എന്തായാലും. ഇപ്പം ഞാൻ എൻ്റെ കീ മാപ്പിംഗ് സെറ്റാക്കി വെച്ചിരിക്കുന്നുണ്ടാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ വല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ത്രീ ഡോട്ടല്ല സോറി, ഈ ഒരു ക്യൂബിൻ്റെ ഇവിടെ പോയതിന് ശേഷം കീ മാപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കീ മാപ്പിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ WSD മാറ്റി ഞാൻ ആരോ കീ കൊടുക്കുകയാണ്, കാരണം ഞാൻ ആരോ കീ വെച്ചാണ് കളിക്കുന്നത്. പിന്നെ ഗണ്ണ് ഷിഫ്റ്റ് ചെയ്യണതെല്ലാം പോയി മാറിക്കിടക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് എല്ലാം ഒന്നേന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് പതുക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ഇപ്പം കാണിച്ചു തരാം. ഞാൻ ഇവിടെ സ്റ്റിയറിംഗ് വീൽ എന്നാണ് ഇതിനെ പറയേണ്ടത് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ സെറ്റ് ആക്കി ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോരോ ബട്ടൺ പ്രസ് ചെയ്യുന്ന സ്ഥലങ്ങൾ വരും. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഓരോന്ന് സെറ്റ് ചെയ്യാണ്. അയ്യോ, ഇതിപ്പോൾ എൻ്റെ കീ മാപ്പിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡബിൾ ക്ലിക്ക് ചെയ്യുക, കീ മാപ്പിംഗ് സെറ്റ് ചെയ്യാം. ഫയറിംഗ് ഒക്കെ ഗണ്ണ് ഷൂട്ട് ചെയ്യാൻ എടുത്ത് വയ്ക്കണം. കുറച്ച് കാര്യങ്ങൾ ഇതിൽ വർക്കാവാൻ പാടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ആവശ്യത്തിനുള്ള കുറേയൊക്കെ കീ മാപ്പിംഗ് ആയിട്ടുണ്ട്. സേവ് ചെയ്തതിന് ശേഷം F11 പതിക്ക് ഫുൾ സ്ക്രീൻ. ഞാൻ ഒന്ന് സൗണ്ട് ഒന്ന് ഇതിൻ്റെ മ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ എല്ലാ സൗണ്ടെല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്റ്റൈൽ വെയിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. കീ മാപ്പിംഗ് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. കീ മാപ്പിംഗ് കുറച്ച് പാടാണ് ഇതിൽ, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി സെറ്റിങ്സിൽ പോയതിന് ശേഷം ഗ്രാഫിക്സിൽ കസ്റ്റമൈസ്, സൂപ്പർ സ്മൂത്ത് കൊടുക്കൽ, സ്മൂത്തിൽ അൾട്രാ എക്സ്ട്രീം 120 FPS ഇട്ട്, മാനുവൽ 120 FPS ഇട്ട്. ഇവിടെ ഇതൊക്കെ ഡിസേബിൾ ചെയ്ത് വെച്ചോ. ഇതിപ്പോൾ ഇത് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹിറ്റ് എഫക്റ്റ് എല്ലാം ഞാൻ ഒന്ന് മാറ്റിയിട്ട് എൻ്റെ ഇതിനനുസരിച്ച്. ഓക്കെ, അപ്പം ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു മാപ്പ് പോയി കാണിച്ചു തരാം. കുറച്ച് സൗണ്ട് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ എത്ര FPS കിട്ടണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നേരത്തെ പോലെ ക്യൂബിൽ പോയതിന് ശേഷം ഷോ FPS, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതല്ലേ നല്ലത്. CPU എത്ര യൂസ് ചെയ്യണം, റാം എത്ര യൂസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ടാണ് മൂവ്മെൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് പോയതിനു ശേഷം കൺട്രോൾസ്, അഡ്വാൻസ് കൺട്രോൾസിൽ ഈ ഒരു സ്പ്രിൻറ്റ് സെൻസിറ്റിവിറ്റി കൂട്ടിയിടണം. ഓക്കെ, അപ്പം മൂവ്മെൻറ്റ് ശരിയാവും. ഇവിടെ ജമ്പ് ചെയ്യണ ബട്ടൺ ഞാൻ വെച്ചിട്ടില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ മാച്ച് എന്തായാലും എല്ലാം സെറ്റ് ചെയ്യാൻ തന്നെ ടൈം പോകും. ജമ്പ് ചെയ്യണത് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. ജമ്പ് ചെയ്യണ ബട്ടൺ കാണാനില്ല. ഒരു മിനിറ്റ്. $90 FPS ലോക്കാണ്. കാരണം നമ്മുടെ സ്റ്റൈൽ വൈറ്റ് ആ ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ $90 FPS ആണ് വച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ അത് മാറ്റിയാൽ മതി, അത് ശരിയാവും. ഓക്കെ, അപ്പം ശരി, ഇവൻ്റ് ഇറങ്ങും. ഹോൾഡ് ഇവിടെ കാണാൻ പറ്റും 90 FPS ആണ്.
ക്വാളിറ്റി ഇപ്പം നിങ്ങൾക്ക് കുറവായിട്ട് തോന്നും. കാരണം നമ്മൾ ആ സ്നെയിൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പോയിട്ട് സ്മൂത്ത് എല്ലാം ലോ ആക്കി, ഓർമ്മയുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ പോയി ഒന്ന് മാറ്റണ്ടെന്നുണ്ടെങ്കിൽ മാറ്റണ്ട. അവിടെ പോയി മാറ്റിയാൽ നിങ്ങൾക്ക് നല്ല FPS കിട്ടും. ഇപ്പോൾ എനിക്ക് കണ്ട 120 FPS കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്താണ് ഗെയിം, മൂമുവിനെക്കാട്ടി സ്മൂത്താണ്. പക്ഷെ മൂമു 15 എന്ന് പറഞ്ഞിട്ടൊരു ആൻഡ്രോയിഡ് 15 മൂമു ഉണ്ട്. അത് പക്ഷേ ഇതിനെക്കാട്ടി സ്മൂത്താണ്. അത് 64 ബിറ്റ് ഹൈ ഗ്രാഫിക്സ് ഇട്ട് കളിക്കുമ്പോഴാണ് ആ സ്മൂത്ത് കിട്ടുന്നത്. ഇത് ലോ ഗ്രാഫിക്സിലാണ്, പക്ഷെ 1080p ആണ്. സെൻസിറ്റിവിറ്റി നല്ല കുറവ്. അപ്പോൾ ഇത് നല്ല കൂടുതലാണ്. നല്ല സെൻസിറ്റിവിറ്റി കൂടുതൽ. ഭയങ്കര സൗണ്ട് റേ. ആടാ അറിവായ ഓക്കെ. ഈ മാപ്പിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഗെയിം പ്ലേ കാണിച്ചിട്ട് വേണ്ടിയിട്ട് അത്ര എങ്ങനെയോ വെച്ചിട്ടുണ്ട്. സ്കോപ്പ് ഒന്നും ഞാൻ സെറ്റ് ചെയ്തില്ല. സ്കോപ്പ പീക്ക ഒന്നും ഞാൻ റെഡിയാക്കിയില്ല. അണ്ടയിലാടെ അത് മാത്രമല്ല എയിം അസിസ്റ്റ് ഇതിൽ ഓണാണ്. അതാണ് ഹെഡ് ഷോട്ടും കില്ലും കിട്ടും. ലോബിയൊക്കെ അടിച്ച് വാഴെടുക്കുക യാസ്. അയ്യോ ഇങ്ങനെ എനിക്ക് കളിക്കാൻ പറ്റും, നയിച്ചിട്ട് കളിക്കാൻ പറ്റും. ബോട്ടുകൾ നൂറ് FPS ആണ്. വെള്ളം വന്നിട്ടില്ല ചാവണം തീന്നാ. ഗൈസ് ഇത്ര തന്നെ ഇവിടെ വൈപ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വിജമൈ റൺ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. എല്ലാവർക്കും ബൈ ബൈ. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു ഹൈപ്പ് ചെയ്തേക്കണം.